ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് ഇതിനും അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. വിപ്പിംഗ് ക്രീം ഞാനിവിടെ കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന സ്വീറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. സൺവിപ്പ് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് നല്ല സ്റ്റിഫാകുന്നത് വരെ ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഈ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. നല്ല തണുത്ത പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് നോക്കിയിട്ട് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അതിനനുസരിച്ചിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീമും പാലൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുന്നത് വരെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നാൽ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. ഫ്രഷ് ക്രീമിലൊക്കെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മിക്സ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സായി വന്നതിന് ശേഷം മധുരം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചും കൂടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഫ്രഷ് ക്രീമിലെ കട്ടകളൊക്കെ അതാ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റോസ് മിൽക്ക് മിക്സാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ റോസ് കളറും ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു റോസിൻ്റെ ഫ്ലേവറും ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത്ര അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലർക്ക് ഒരുപാട് ഫ്ലേവർ വേണ്ടി വരില്ല, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് കളറും ഫ്ലേവറൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ റോസ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ അതാ ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഈ ഒരു ബ്രൗൺ കളറിലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ബ്രെഡിന് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബ്രെഡ് എടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ഡെസേർട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും റെഡി ആയില്ലേ. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം ബ്രെഡിൻ്റെ പീസുകൾ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെയുള്ള ചെറിയ ഗ്യാപ്പൊക്കെ നമുക്ക് ചെറിയ പീസ് വെച്ച് ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൗണ്ടിലുള്ള ബൗളൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്ക്വയറിലുള്ള അല്ലെങ്കിൽ പിന്നെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം അങ്ങനെ ചെറുതായിട്ടൊന്നും ബ്രെഡ് കട്ട് ചെയ്തെടുക്കേണ്ടി വരില്ല. ഇതിപ്പോൾ റൗണ്ട് ആയതുകൊണ്ട് ഞാൻ ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ ഒരു ബ്രെഡൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ ബ്രെഡ് കുതിരാനുള്ള റോസ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോഴേ ഉള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു ബ്രെഡിൻ്റെ ആ ഒരു ഫ്ലേവർ വരാൻ പാടില്ല. നമ്മൾ ഈ ഒരു റോസ് മിൽക്കിൻ്റെ ആ ഒരു ഫ്ലേവർ വേണം കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള ക്രീം ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് നട്ട്സ് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പുമാണ് കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളത്. അത് അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമുക്കിതിൻ്റെ മുകളിൽ ബ്രെഡിൻ്റെ സ്ലൈസുകൾ നിരത്തി കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ റോസ് മിൽക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് എത്ര ലെയർ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമ്മുടെ ബൗളിന് എടുത്തിട്ടുള്ള ആ ഒരു ബൗളിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 ലെയറാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
എന്നിട്ട് നമുക്ക് ഏറ്റവും മുകളിലായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിൽക്ക് മിക്സ് ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള മിൽക്ക് മിക്സ് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇത് സെറ്റ് ആയതിനു ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്